എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ടയിലേക്കാണ്. ഗുരുവായൂരിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കാവുന്ന ദൂരത്തിലാണ് ആന വളർത്തൽ കേന്ദ്രമായ ഈ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് 20 രൂപയാണ്. പൈസ നമ്മൾ ക്യാഷായിട്ട് തന്നെ നൽകണം. ഗൂഗിൾ പേ ഇവിടെ ഇല്ല. വർഷം മുഴുവനും ആസ്വദിക്കാൻ ഒരാൾക്ക് 250 രൂപയ്ക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ടീ, സ്നാക്സ്, ഐസ്ക്രീം തുടങ്ങിയവ ലഭിക്കുന്ന കഫേകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തിയാർജിച്ച ആനവളർത്തൽ കേന്ദ്രമായ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറുള്ളത്. 48 ആനകൾ പുന്നത്തൂർ കോട്ടയിലുണ്ട്. ആനകളുടെ നാട് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങളിൽ ഒന്നാണ്. പുന്നത്തൂർ രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന പുന്നത്തൂർ കോട്ട ഇപ്പോൾ ആനക്കോട്ട എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ഐതിഹാസിക ആനയായ ഗുരുവായൂർ കേശവൻ്റെ വാസസ്ഥലമായിരുന്നു ഈ സങ്കേതം. 11.5 ഏക്കർ തെങ്ങിൻ തോപ്പിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സങ്കേതത്തിൽ ഏകദേശം 60 ആനകൾ താമസിച്ചിരുന്നു. ഇവ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾക്കായും മറ്റും പരിശീലനം നേടുന്നതും കാണാം. ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് വന്ന് നല്ല ചൂടുകാലത്തായതിനാൽ എല്ലാ ആനകളെയും വെള്ളമൊഴിച്ചു കുളിപ്പിക്കുന്നതും തണുപ്പിക്കുന്നതും അവയുടെ കളികളും കാണാൻ സാധിച്ചു. വിഘ്നേശ്വര ഭഗവാന് വഴിപാടായി ഇവിടെ ഗജപൂജ അഥവാ ആനയൂട്ട് നടത്താറുണ്ട്. ആനകൾക്കും പാപ്പാന്മാർക്കുമുള്ള പരിശീലന കേന്ദ്രമായി ഈ കോട്ട പ്രവർത്തിക്കുന്നു. ഇവിടെ ആനകളെ ദൈനംദിന ക്ഷേത്ര ആചാരങ്ങളിലും ഘോഷയാത്രകളിലും പ്രശസ്തമായ തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങളിലും പങ്കെടുക്കാൻ പരിശീലിപ്പിക്കുന്നു. ആനകളെ നിയന്ത്രിക്കുന്നതിനുള്ള പരമ്പരാഗത രീതികൾ പഠിക്കുന്ന പാപ്പാന്മാർക്കുള്ള പരിശീലന സ്കൂളായും ഈ സ്ഥലം പ്രവർത്തിക്കുന്നു. രോഗബാധിതരായ ആനകൾക്ക് സങ്കേതത്തിൽ പരമ്പരാഗത വൈദ്യചികിത്സകൾ നൽകി വരുന്നു.
പരിശീലനം ഉണ്ടായിരുന്നിട്ടും പുന്നത്തൂർ കോട്ട ആനകളെ നിയന്ത്രിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ആക്രമണകാരിയായ ഒരു ആന മൂലം ഒരു പാപ്പാനെ മാരകമായി പരിക്കേറ്റതുപോലുള്ള സംഭവങ്ങൾ ഈ സങ്കേതം പരിപാലിക്കുന്നതിലെ അപകട സാധ്യതകളും ബുദ്ധിമുട്ടുകളും എടുത്തു കാണിക്കുന്നു. ചൂടുകാലമായിരുന്നിട്ട് കൂടി പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമുള്ളതിനാൽ ഈ കോട്ട നമ്മളിൽ ശാന്തമായൊരു പ്രഭാവം ചെലുത്തുന്നു. ആനപ്രേമികൾക്ക് ഈ കാഴ്ച കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്.